ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലൈനിങ് സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിൻ്റെ ആം റൗണ്ട് അളന്ന് നോക്കിയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് പാർട്ടാണ്. നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ആം റൗണ്ടിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് ഒന്ന് വിട്ടതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കണം. നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് അളന്ന് നോക്കിയതിന് ശേഷമാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ചുറ്റിനും 1/4 ഇഞ്ച് നീക്കിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അളന്ന് നോക്കേണ്ടത്. ഇവിടെ എനിക്ക് 9.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ഇത് വെച്ചാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് അത് വിട്ടതിന് ശേഷം ഇതുപോലെ 1/4 ഇഞ്ച് നീക്കി ചുറ്റിനും ഉള്ളിലേക്ക് 1/4 ഇഞ്ച് നീക്കി ആം റൗണ്ട് അളന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിവിടെ കറക്റ്റ് 9.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വെച്ചാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഇനി ഈ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് മടക്കിയിട്ടെടുക്കണം. ബോഡി പാർട്ട് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് വന്നിട്ടുള്ള ലൈനിങ് ക്ലോത്തിലാണ് നമ്മൾ ഇവിടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പം ലൈനിങ് ക്ലോത്ത് നിവർത്തി ഇട്ടേക്കുവാണ്. ആദ്യം ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കണം. നമുക്ക് 2 സ്ലീവിനുള്ളത് ആണ് നമ്മളിവിടെ മടക്കിയിട്ടെടുക്കുന്നത്. കറക്റ്റായിട്ടൊന്ന് ഇപ്പം ഇവിടെ രണ്ടായിട്ട് നമ്മൾ മടക്കിയിട്ടേക്കുവാണ്. ചുളിവൊന്നും ഇല്ലാതെ കൈകൊണ്ടൊന്ന് തേച്ചെടുത്ത് വേണം നമ്മൾ മടക്കിയിടാനായിട്ട്. ഇപ്പം ഇവിടെ ഓപ്പൺ സൈഡാണ്, ഇവിടെ ഫോൾഡ് സൈഡാണ്. നമുക്ക് വീണ്ടും ഇതിനെ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. കറക്റ്റായിട്ടൊന്ന് പിടിച്ച് കറക്റ്റ് ലെവലാക്കിയതിന് ശേഷം ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. ഇപ്പം നമ്മുടെ നേർക്ക് ഫുള്ളും ഫോൾഡ് വശമാണ് വന്നേക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ 2 ഓപ്പൺ പീസും ഒരു ഫോൾഡ് വശമാണ് വരുന്നത്. ഇപ്പോൾ 2 സ്ലീവിനുള്ള ലൈനിങ് ക്ലോത്ത് നമ്മൾ മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്ലീവിന് വേണ്ടുന്ന ലെങ്ത് 10.5 ഇഞ്ചാണ്. നമ്മളിവിടെ ലൈനിങ് വെച്ച സ്ലീവ് ആയതുകൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലൈനിങ് ഇല്ലാത്ത സ്ലീവ് ആണെങ്കിൽ നമ്മൾ 1.5 ഇഞ്ചാണ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ലൈനിങ് ഉള്ള സ്ലീവ് ആയതുകൊണ്ട് 1 ഇഞ്ചേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ 1/2 ഇഞ്ചും ഷോൾഡർ ആയിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് 1/2 ഇഞ്ച്, അതാണ് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് സ്ലീവിൻ്റെ ലെങ്ത് 2 സൈഡിൽ നമ്മൾ 11.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 പോയിൻറ്റും കൂടെ ചേർത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആം റൗണ്ട് അളന്നെടുത്തല്ലോ 9.5 ഇഞ്ച്, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 8.5 ഇഞ്ച് നമ്മൾ ഈ ലൈൻ വരച്ച് അവിടെയായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾ നിങ്ങളുടെ ആം റൗണ്ട് അളന്നെടുത്തതിന് ശേഷം അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മളിവിടെ ഇപ്പോൾ 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും നീക്കി ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ ഓപ്പൺ സൈഡിലായിട്ടാണ് നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ആ 3.5 ഇഞ്ചിൽ നിന്നും ചരിച്ച് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടേക്ക് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചെടുക്കുവാണ്. പിന്നീട് നമ്മൾ ബോഡി പാർട്ടിൽ എത്രയാണോ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുള്ളത്, ഞാനിവിടെ 1.5 ഇഞ്ചാണ്, ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കുക, അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. പിന്നീട് ആ മടക്ക് വശത്തു നിന്ന് ഒരു 1/4 ഇഞ്ച് വെളിയിലേക്ക് കുഴിച്ച് മാർക്ക് ചെയ്ത് ആ സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചതിന് ശേഷം 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തതിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഓപ്പൺ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 4.25 ഇഞ്ച്, നിങ്ങൾ നിങ്ങളുടെ സ്ലീവ് ഓപ്പൺ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട്
1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി 2 പോയിന്റുകൾ യോജിപ്പിച്ച് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു നോച്ചിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ സ്ലീവ് നിവർത്തി ഇട്ടെടുത്തിട്ടുണ്ട് ലൈനിങ് ക്ലോത്ത്. അതിനുശേഷം സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്ന് 1 ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആ 1 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തതിലൂടെ 1/2 ഇഞ്ച് കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത് അത് അറിയാനായിട്ട് സൈഡിലായിട്ട് ഒരു നോച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ക്ലോത്തിൽ. ഇനി നമുക്ക് ഇത് വെച്ച് വേണം മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട്. നമ്മളിവിടെ മെയിൻ ക്ലോത്ത് ഒന്ന് നിവർത്തിയിട്ടെടുക്കുവാണ്. നമ്മൾ ലൈനിങ് ക്ലോത്തിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു പീസ് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കറക്റ്റായിട്ട് ആ ലൈനിങ് ക്ലോത്ത് മടക്കിയതിന് ശേഷമാണ് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇവിടെ മെയിൻ ക്ലോത്ത് എല്ലാം ചുളുങ്ങിയിരിക്കുവാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം. കണ്ടില്ലേ, എൻ്റെ ഭാഗമെല്ലാം ഒരുപാട് ചുളുങ്ങിയിരിപ്പുണ്ട്. ആദ്യം നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ ചെറിയ ചൂടിലിട്ടാണ് തേച്ചെടുക്കുന്നത്, കാരണം പെട്ടെന്ന് ഉരുകിപ്പോകുന്ന ക്ലോത്ത് ആണിത്. അതിനുശേഷം നമുക്ക് ഈ എൻഡ് ഭാഗം ഒന്ന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. എൻ്റെ ഭാഗത്ത് ഏറ്റക്കുറച്ചിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ എൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തിയിട്ടതിന് ശേഷം മടക്കിയിട്ടെടുക്കാം. ഇപ്പം നല്ല വശം മുകളിലാവുന്ന രീതിയിലാണ് ഇട്ടേക്കുന്നത്. അതിനെ ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പത്തിന് ഒരുപോലെ ഇട്ട് എൻ്റെ ഭാഗമെല്ലാം കറക്റ്റായിട്ട് ഒരുപോലെ ലെവലാക്കി ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഫോൾഡ് വശം എൻ്റെ മാർക്കാണ്, അതൊന്നുകൂടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ലൈനിങ് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ലൈനിങ് ക്ലോത്ത് വെച്ച് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ കറക്റ്റായിട്ട് മടക്കുവശം രണ്ടിൻ്റെയും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെയും സെൻറ്റർ ഭാഗത്തൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി സ്റ്റിച്ച് ചെയ്യണം. ആദ്യം നമ്മൾ ഒരു മെയിൻ ക്ലോത്ത് എടുത്ത് ഒന്ന് നിവർത്തി ഇട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശമാണ് ഇപ്പം മുകളിലായിട്ട് വന്നിരിക്കുന്നത്. ഇത് നല്ല വശമാണ്. ഇവിടെ ഇപ്പോൾ ഇത് നല്ല വശം മുകളിലായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ, ചേർന്ന് വരുന്ന രീതിയിൽ ഇട്ടെടുക്കണം. ലൈനിങ് ക്ലോത്തിന് പിന്നെ അങ്ങനെ നല്ല വശമൊന്നും നോക്കണ്ട. ഇത് നല്ല വശമാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ചീത്ത വശമാണ് താഴെയായിട്ട് വന്നേക്കുന്നത്. മുകളിൽ നല്ല വശം, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശം ചേർത്ത് ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 1/2 ഇഞ്ച് വീതിയിൽ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ 1/2 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് വെച്ച്
നമ്മൾ സ്ലീവ് കട്ട് ചെയ്തപ്പോഴേ തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. അത് താഴ്വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ 1/2 ഇഞ്ചും പിന്നെ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ 1/2 ഇഞ്ച്, അതാണ് നമ്മൾ 1 ഇഞ്ച് എടുത്തത്. ലൈനിങ് ക്ലോത്തിന് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് എടുക്കത്തുള്ളൂ സ്ലീവ് ലെങ്തിൻ്റെ കൂടെ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് ഇതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ ഒന്ന് ഇതുപോലെ തയ്യൽ തുമ്പ് ഇങ്ങോട്ടിരിക്കണം, അതിൻ്റെ അവിടേക്ക് നമ്മൾ ഈ ലൈനിങ് ക്ലോത്ത് ഇട്ട് ആ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ലൈനിങ് ക്ലോത്തിലൂടെയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, മെയിൻ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് കൊള്ളരുത്. അതിനുശേഷം നമുക്ക് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ഇട്ട് എടുക്കണം. കറക്റ്റായിട്ടൊന്ന് ലെവലാക്കി ഒന്ന് ഇട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് തേച്ചെടുത്തതിന് ശേഷം മെയിൻ ക്ലോത്തിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാവുന്നതാണ്. നമ്മൾ കൈകൊണ്ടൊന്ന് തേച്ച് കൊടുത്ത് വേണം സ്റ്റിച്ചിട്ടെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇൻ്റെ ഭാഗത്തൊരു സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ കറക്റ്റ് അളവിലാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും ഇതുപോലെ കറക്റ്റ് 3 വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ മെയിൻ ക്ലോത്ത് കുറച്ച് എക്സ്ട്രാ ഇട്ടാണ് കട്ട് ചെയ്തത്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. കറക്റ്റായിട്ടൊന്ന് കൈകൊണ്ട് തേച്ച് കൊടുത്ത് ഒരറ്റത്ത് നിന്ന് ഇതുപോലെ സ്റ്റിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇനി അടുത്ത വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ കൈകൊണ്ടൊന്ന് തേച്ച് വെച്ച് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്, ചുളിവൊന്നും ഇല്ലാതെ. അങ്ങനെ ഇവിടെ നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റണം. അത് അടുത്ത സ്ലീവും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും മെയിൻ ക്ലോത്ത് നല്ല വശം മുകളിലാവുന്ന രീതിയിൽ ഇട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ നല്ല വശം ചേർത്ത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ ചീത്ത വശമാണ് മുകളിലായിട്ട് വന്നേക്കുന്നത്. 1/2 ഇഞ്ച് വീതിയിലൊന്ന് 2 ക്ലോത്തും കൂടെ ചേർത്ത് വെച്ച് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആദ്യത്തെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ അടുത്ത സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സ്ലീവ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു, കണ്ടില്ലേ. ഇനി നമുക്ക് സ്ലീവിൻ്റെ മെയിൻ ക്ലോത്ത് എക്സ്ട്രാ നിൽക്കുന്നത്, നമ്മൾ എക്സ്ട്രാ ഇട്ട് ആണല്ലോ കട്ട് ചെയ്തത്, അത് എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ നമ്മളിവിടെ എക്സ്ട്രാ നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ്. മെയിൻ ക്ലോത്ത് ലൈനിങ് ക്ലോത്ത് നമ്മൾ കറക്റ്റ് അളവിലാണ് കട്ട് ചെയ്തത്. എന്നാൽ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തപ്പോൾ കുറച്ച് എക്സ്ട്രാ ഇട്ടാണ്, 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടാണ് കട്ട് ചെയ്തത്. അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി അടുത്ത സ്ലീവിൻ്റെയും നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുവാണ്. അതിനുശേഷം നമുക്ക് ഈ
സ്ലീവ് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെയാണ് ലൈനിങ് ഉള്ള സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെല്ലാം എടുക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ.